സൂചിയും നൂലും നമ്മൾ തുണികൾ തയ്ക്കുക, ബാഗ് തയ്ക്കുക, അങ്ങനെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് അല്ലേ. മെയിനായിട്ട് നമ്മൾ കീറിയത് എന്തെങ്കിലും തയ്ക്കാനോ അല്ലെങ്കിൽ ബട്ടൺ വിട്ടുപോയത് തയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളെ വീട്ടിൽ ക്ലീൻ ആക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ക്ലീനിങ് വളരെ ഈസി ആക്കാൻ പറ്റിയ ടിപ്സുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വാട്ടർ ബോട്ടിലെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രോ നമ്മൾ എങ്ങനെ ക്ലീൻ ആക്കുമെന്ന് നോക്കാം കേട്ടോ. വളരെ ബുദ്ധിമുട്ട്. നമ്മൾ സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചാലും എന്ത് ചെയ്താലും അതിൻ്റെ ഉള്ളിൽ ക്ലീനായി കിട്ടില്ല അല്ലേ. അപ്പോൾ സൂചിയും നൂലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. സൂചിയിൽ നൂല് കോർത്ത് വെച്ചിട്ടുണ്ട്. കോർക്കുന്ന പല വീഡിയോകളും ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ കാണിക്കാനത്. ടിഷ്യൂ പേപ്പർ എടുക്കുക, നൈസായിട്ടുള്ള അല്ലെങ്കിൽ കോട്ടൺ തുണിയാണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. വളരെ നൈസായിട്ടുള്ള തുണികൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക കേട്ടോ. ആ ടിഷ്യൂവിൽ ഇതുപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അഴുക്ക് മൊത്തം ആ ഒരു അളവ് കറക്റ്റായിരിക്കണം. ടിഷ്യൂ പേപ്പർ അതിൽ തങ്ങിപ്പോകാതെ കറക്റ്റായിട്ട് വലിക്കുന്ന രീതിയിൽ, വലിക്കുമ്പോൾ ഇങ്ങനെ നീങ്ങുന്ന രീതിയിൽ. കൂടുതൽ കട്ടി കൂടിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റെക്കായിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. 3-4 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു തരി അഴുക്ക് പോലും അതിലുണ്ടാവില്ല കേട്ടോ. ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ഇത് ചെയ്താൽ പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ക്ലീൻ ആക്കിയാൽ മതി. നല്ല പുതുപുത്തനായിട്ട് പല രോഗങ്ങളും ഇതിൽ നിന്നും വരുന്നത്. നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയാലും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത് പോവില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള ബോട്ടിലാണ് ഇപ്പോൾ മിക്ക കുട്ടികളും ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനും ഇതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. പക്ഷേ ആ ഒരു ടിഷ്യൂയുടെ അളവ് വളരെ ചെറുതുമാക്കണം, വളരെ നീട്ടം കുറച്ചുമാക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര പാടാവും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതും ക്ലീനായി കിട്ടുന്നതായിട്ട്. നമ്മൾ വെള്ളത്തിലും സോപ്പിലും ഒക്കെ ഇട്ട് കഴുകിയാലും ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ല. ഒരു കറ പിടിക്കുക അതൊക്കെ കളഞ്ഞു കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മളുടെ ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അധികം ഒന്നും ഇടരുത്, പറയുന്ന അളവ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരിയ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ആ ഉപ്പൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയൊന്നും കൂടരുത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ നമ്മളുടെ വിനാഗിരിയാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ ഷാമ്പുവോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതും വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ തന്നെ. പിന്നെ ഞാനിവിടെ ചന്ദനത്തിൻ്റെ ഒരു സ്മെല്ലുള്ള ഒരു എസെൻഷ്യൽ ഓയിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക എന്തെങ്കിലും ഒരു സ്മെല്ലിന്. ഇല്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ സ്മെല്ല് കൂടുതൽ അല്ലെങ്കിൽ കംഫോർട്ട് എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ അതുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനൊരു മിനി മോപ്പ് പരിചയപ്പെടുത്താം കേട്ടോ. നമ്മൾ സ്ത്രീകൾ അടുക്കളയിൽ എപ്പോഴും നമ്മൾ തുണി തുടക്കുക, നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുക, ആ തുണി പിഴിയുക, കഴുകുക, ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിലൊരു 10-15 പ്രാവശ്യമെങ്കിലും ഒരു ദിവസത്തിൽ ചെയ്യും അല്ലേ. അപ്പോൾ പിഴിയുക. ഇപ്പോൾ എൻ്റെ കൈക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ്. അപ്പോൾ എനിക്കിങ്ങനെ പിഴിഞ്ഞ് കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇത് മേടിച്ച് ഉപയോഗിച്ചപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നിയിട്ട് ഇത് നമുക്ക് ഇതുപോലെ അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും, കഴുകാൻ സാധിക്കും. എപ്പോഴും കഴുകേണ്ട കാര്യമില്ല, കൈകൊണ്ട് പിഴിയേണ്ട കാര്യമേ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് വെള്ളം ഇവിടെ ഒന്ന് ഒഴിച്ചു, വെള്ളം ആയതുകൊണ്ട് അറിയുന്നില്ല വെള്ളം വീണത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. ഇത് നമുക്ക് തുടച്ച് നമുക്ക് കോട്ടൺ തുണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വെള്ളം പെട്ടെന്ന് പോകുമായിരിക്കും. പക്ഷെ തുണി പിഴിയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പാടല്ലേ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു മോപ്പായിട്ട് എനിക്ക് തോന്നി. മിനി മോപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്.
സാധിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 1-2 ആഴ്ച ആദ്യത്തെ ദിവസങ്ങളിലൊന്നും വെള്ളം പെട്ടെന്ന് നല്ല രീതിയിൽ വലിയില്ല. പക്ഷേ 2 ആഴ്ച ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ അത് വലിഞ്ഞ് നല്ല പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ തുടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെഴുക്ക് എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഒരു ടിഷ്യൂവോ ഒരു കളയാൻ വെച്ചേക്കുന്ന ഏതെങ്കിലും, ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മളതൊരു തുണി മാറ്റി വെച്ചാൽ അത് തുടച്ചിട്ട് നമുക്ക് കളയാവുന്നതാണ്, കഴുകി ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ തുടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. കുറേ മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിത് കഴുകി വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ മെഴുക്ക് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാസ് അടുപ്പൊക്കെ നല്ല വെട്ടി തിളങ്ങുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. മെഴുക്കോട് കൂടി നമ്മൾ ഇതിൽ തുടക്കുമ്പോൾ ആ ഒരു മോപ്പിൽ ആ മെഴുക്കിൻ്റെ അംശം ഇരിക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യങ്ങൾക്ക് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഇത് എത്ര കഴുകിയാലും നമുക്കത് പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കാം. മെഴുക്ക് ഇത് തുടച്ചതിന് ശേഷം ഇതുകൊണ്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഏതെങ്കിലും ലിക്വിഡ് സോപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. കണ്ടില്ലേ, എന്താണ് കൈ കൊണ്ട് പിഴിഞ്ഞും കുറേ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് കഴുകിയും ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അതുപോലെ നമുക്കത് എവിടെയും വെക്കാനും സാധിക്കുന്നതാണ് കേട്ടോ. വളരെ യൂസ്ഫുള്ളായിട്ടൊരു സാധനമായിട്ട് തോന്നിയതുകൊണ്ട്. അതുപോലെ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ തുടക്കാനായിട്ട് 2-3 തുണി വെച്ചിട്ടൊക്കെ തുടക്കണം അല്ലേ, നല്ല ക്ലീനായി കിട്ടാനായിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മോപ്പ് കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് അത് നല്ല ക്ലീനായിട്ട് ഒരു തരി പാട് പോലും ഇല്ലാതെ നല്ല ക്ലീനായിട്ട്, അതുപോലെ നമ്മളുടെ കൈകൾ എത്താത്ത ഭാഗങ്ങളില്ലേ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു മിനി മോപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ചെറിയ ചെറിയ പൊടികൾ പോലും ഇത് വലിച്ചെടുത്ത് നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ വാഷ് ബേസിൻ്റെ ആ ഭാഗം മഞ്ഞക്കറ വന്നിരിക്കുന്നത് ഇവിടെ വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറിയ സ്ഥലമാണ്. അപ്പോൾ ആ ഒരു വാഷ് ബേസൻ അത് മാറ്റി വേറൊരു വാഷ് ബേസൻ വെച്ചപ്പോൾ ആ ഒരു പാട് പോകുന്നില്ല കേട്ടോ. അപ്പം ആ ഒരു ചെളിയുടെ പാടാണ്. അപ്പോൾ നമ്മൾ ഓരോ ഉപയോഗവും കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അത് മസ്റ്റായിട്ടും ചെയ്യണം. വളരെ സിമ്പിളായിട്ട് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു ഗ്ലാസ്സുകളൊക്കെ തുടക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മൾ ജനാലിൻ്റെ ഗ്ലാസ്സൊക്കെ തുടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ഒരു മോപ്പ് മേടിച്ച് വെച്ചാൽ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ കുറേ തുണികൾ കഷ്ണിച്ച് അത് പിഴിഞ്ഞ് തുടച്ച്, അല്ലെങ്കിൽ നമ്മളൊരു കുറേ ടർക്കികൾ കിച്ചൺ ടവൽ എന്ന് പറഞ്ഞ് നമുക്കൊരു 10 എണ്ണമെങ്കിലും ഉണ്ടാവും. ഒരു ദിവസം 2 എണ്ണം ഉപയോഗിക്കും, എന്നിട്ട് കഴുകി അത് വിരിച്ചിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു ഒറ്റ സാധനം മതി നമ്മളെ എല്ലാ ജോലികളും എളുപ്പമാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിനി നമുക്ക് എടുത്തു വെക്കാനാണെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് കൊടുത്താൽ മതി. അതിൽ ആ വെള്ളമൊക്കെ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഹാങ് ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരു ഹുക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് ഇടാനായിട്ട് വളരെ സിമ്പിളായിട്ട്. തുണികളാകുമ്പോൾ കുറേ വിരിച്ചും ഇതാക്കി ഒന്നും ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളുടെ കുക്കറുകൾ പെട്ടെന്ന് ചീത്തായി പോകും. കുക്കർ നമുക്ക് 2-3 ഒക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ചീത്തായി പോകാറുണ്ട്. വിസിൽ വരുന്നില്ല, തിളച്ച് പോകുന്നു, എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ കരട് കയറിയിരിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം നമുക്ക് സൂചി നൂലും കൊണ്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊന്ന് ഊരിയപ്പോൾ ഈ വിസിലിൻ്റെ ആ ഒരു ഭാഗം നിങ്ങൾ നോക്കിക്കേ എത്രത്തോളം അഴുക്കായിട്ട് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും അഴുക്കുണ്ടെന്ന് നമ്മൾ വിചാരിക്കില്ല അല്ലേ. പക്ഷെ നോക്കിക്കേ എത്രത്തോളം അഴുക്കുണ്ടെന്ന്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതെടുത്തൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് പറയുക, കുക്കർ പൊട്ടിത്തെറിക്കുക, കുക്കറിൽ വിസിൽ വരുന്നില്ല, പെട്ടെന്ന് വേകുന്നില്ല, കുറേ വിസിൽ വരണം വേകാൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാത്തിനും പരിഹാരം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലും എത്രത്തോളം അഴുക്കുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 2-3 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം ഒരു ബ്രഷ് എടുത്തതിന് ശേഷം ആ ഒരു എന്താണ് പറയുക, ആ ഒരു ഭാഗം ഒന്ന് തേച്ച് കഴുകാം കേട്ടോ. മേൽഭാഗങ്ങൾ അതിൽ ഓട്ടയൊന്നും നമ്മൾ എത്ര വെള്ളമൊഴിച്ച് കഴുകിയാലും എത്ര ക്ലീൻ ആക്കിയാലും ക്ലീൻ ആവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്കൊന്നും ചെല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകൾ നല്ലതുപോലെ കുതിർന്ന് കിട്ടാനായിട്ട് സഹായിക്കും. നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൂടി ചെയ്യണം കേട്ടോ. സൂചി നൂലും ഇതുപോലെ കോർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ പീസ് നിങ്ങൾ എടുക്കുമ്പോൾ ടിഷ്യൂ എടുത്ത് നിങ്ങൾ ചെയ്യുമ്പം ഓരോരുത്തരും കുക്കറിൻ്റെ ആ ഒരു ഓട്ട എത്രത്തോളമാണോ ആ
രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. കുറേ വലിയ വലുപ്പത്തിൽ നിങ്ങൾ ഇതെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സ്റ്റെക്കായി പോയി നമുക്ക് തിരിച്ച് വരാതിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഓട്ടയുടെ അളവ് എത്രയാണോ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഓരോ ഓട്ടയിലും ഇതുപോലെ ഇട്ട് നമ്മൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി കഴിഞ്ഞാൽ ആ ഉള്ളിൽ കുതിർന്നിരിക്കുന്ന ആ അഴുക്കുകളില്ലേ അത് പൂർണ്ണമായിട്ട് നമുക്ക് പോയി കിട്ടാനായിട്ട് സഹായിക്കും. കണ്ടില്ലേ ഇപ്പോൾ ഓട്ട എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് നമ്മൾ ഒരു മാസത്തിലൊരിക്കലോ ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ തന്നെ നമുക്ക് നമ്മളൊരു കുക്കർ എത്ര കാലമായാലും നമുക്ക് പുത്തനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ ഉള്ളിലും ടിഷ്യൂ ഇതുപോലെ വെച്ച് ആ ഒരു സൂചി കൊണ്ട് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വിസിലിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും ക്ലീൻ ആവില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു സൂചി നൂലിലും ചെറിയ ഒരു എന്താ പറയുക ടിഷ്യൂ അത് നമ്മൾ ആ നൂലിൽ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പിരിച്ച് അത് ഇതാക്കി എടുക്കണം കേട്ടോ. നല്ലപോലെ അറ്റത്ത് ഭാഗത്ത് മാത്രം ടിഷ്യൂ ഇതുപോലെ ആക്കി കൊടുക്കുക. ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ അളവും ഓരോ കുക്കറിൻ്റെ അളവിനും അനുസരിച്ച് നിങ്ങൾ വേണം ടിഷ്യൂ എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ കുതിർന്നിരിക്കുന്നുണ്ടാവും വെള്ളമൊക്കെ വീണിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കിൻ്റെയും ആ ഒരു ഇത് പുറത്തേക്ക് വരുന്നതാണ്. നമ്മൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തടഞ്ഞിരിക്കുക. അതുപോലെ നമ്മൾ കുക്കറിൽ എത്ര വിസിലടിച്ചാലും വേഗുന്നില്ല എന്നുള്ള ഒരു പരാതിയില്ലേ അതൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടുന്നതാണ്. കണ്ട ആ ടിഷ്യൂ നമ്മൾ നല്ലതുപോലെ നിരടി തന്നെ നല്ല പോലെ തന്നെ ഇതാക്കി കൊടുക്കണം. എന്നിട്ട് ആ നൂലിന് നല്ല പോലെ തന്നെ ഇതാക്കണം. അതുപോലെ ആ ഒരു ടിഷ്യൂ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ്. ഇതുപോലെ ഒരു സൂത്രം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എനിക്കൊന്ന് കമൻറ്റ് വഴി നിങ്ങൾ അറിയിക്കണം കേട്ടോ. ഇതിലും നല്ല സൂത്രങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പം നമുക്ക് മറ്റുള്ളവർക്കും അത് പകർന്ന് നൽകാനായിട്ട് സാധിക്കുന്നതാണല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണെങ്കിലും നിങ്ങളെന്നെ വിമർശിച്ചും ഒക്കെ കുറേ പേര് കമൻ്റ് ഇടുന്നത് കണ്ട്, പക്ഷെ നല്ല വാക്കുകൾ കൊണ്ട് നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ. വളരെ മോശപ്പെട്ട കമൻറ്റുകൾ ഞാൻ പലതും കാണാറുണ്ട്. വളരെ വിഷമവും തോന്നാറുണ്ട്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ലെന്ന് വെച്ചാൽ അവരവരെ കൾച്ചർ പറയുന്നു, അത്രയും ഞാൻ ചിന്തിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സൂചി നൂലും കൊണ്ട് ആ സൈഡും ഒക്കെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച കഴിഞ്ഞ നാരങ്ങയോ അല്ലെങ്കിൽ ചീഞ്ഞു പോയ നാരങ്ങയോ എന്തോ ആകട്ടെ ഇതുപോലെ ഒന്ന് ആ ഒരു പുറവും അകവും ഒക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുക. അതുപോലെ കുക്കറിൻ്റെ റബ്ബറും നമ്മളുടെ മിക്സിയുടെ റബ്ബറും വാഷറും ഒക്കെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇതിനു മുമ്പുള്ള 2 വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആ ഒരു ഇത് കാണിച്ച് തരുന്നില്ല കേട്ടോ. 2 വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കുക്കറിനെ കുറിച്ച്. അപ്പോൾ അതിൽ കാണണമെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിയെടുത്ത് തന്നെ നല്ല പുത്തനാക്കി നമുക്ക് ഈ ഒരു മൂടി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കുക്കറിൻ്റെ ഉള്ളും നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ എത്ര നന്നായിട്ടാണ് ആ ഒരു ഫ്ലോയോടുകൂടി വെള്ളം വരുന്നത് കണ്ടില്ലേ. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുക്കർ പൊട്ടിത്തെറിക്കുക, വിസിൽ വരാതിരിക്കുക, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. എപ്പോഴൊന്നും ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇതുപോലെ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാവുന്നതാണ് പല പാത്രങ്ങളിലും പല ഇതിലും നമ്മൾ ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കാറുണ്ട് അല്ലേ. പല ഭക്ഷണത്തിലും വരാറുമുണ്ട്. അപ്പോൾ അത് നമ്മളെ ഹെൽത്തിന് വളരെ മോശമാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു സ്ക്രബ്ബർ നിങ്ങൾ മേടിച്ച് വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ഒരു സൈറ്റിൽ കയറി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ, കിച്ചൺ ടവൽ മൾട്ടി പർപ്പസ് സ്ക്രബ്ബർ കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സ്ക്രബ്ബറായിട്ട് എനിക്ക് തോന്നി. നമുക്ക് എന്താ പറയുക, കഴുകാനും അത് ഉണക്കാനും ഒക്കെ
ഒക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ടവല് പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ. മറ്റേതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നാൽ നമുക്ക് എത്രത്തോളം അത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇത് ഒരു ടവല് പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സൈറ്റിൽ കയറി വാങ്ങാവുന്നതാണ്. 100% വിശ്വസിക്കാൻ പറ്റുന്ന നല്ലൊരു സൈറ്റായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത്. വളരെ വിലക്കുറവിൽ തന്നെ നല്ല നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് വാങ്ങുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.